നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 23-ാം തീയതി 1202 ആണ്ട് ചിങ്ങമാസം. ഇപ്പോൾ 1202 ആണ്ട് ചിങ്ങമാസം 7-ാം തീയതി. ചിങ്ങമാസം 7-ാം തീയതി. അപ്പോൾ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ഇപ്പോൾ മൂലം നക്ഷത്രം, അതുപോലെ തന്നെ ശുഭ ദിനം. ഇന്ന് ഏകാദശിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞായറാഴ്ച, ശുഭനക്ഷത്രം, ഏകാദശി എല്ലാം ഒത്തുവന്നിരിക്കുന്ന ദിവസം നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. സാമ്പത്തിക നേട്ടത്തിനും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാനും ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. ചിങ്ങമാസത്തിലെ മൂലം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷിക്കാൻ ഇടവരുന്ന ഒരു വർഷമാണ് എന്ന് അറിയുക. എന്തൊക്കെ ദോഷഭാവങ്ങൾ ഉണ്ടെങ്കിൽ പോലും സൂര്യൻ്റെ ദിവസം വന്നു, ഏകാദശി വന്നു, ഇതെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചിങ്ങമാസത്തിലെ മൂലം നക്ഷത്രക്കാരുടെ അവസ്ഥയാണ്, മൊത്തം മൂലം നക്ഷത്രക്കാരുടെ ഫലമല്ല. അപ്പോൾ നമുക്ക് അനുകൂലപ്രദമാണ്. പക്ഷേ പ്രശസ്തിയെ തരണം, പുരോഗതി ഉണ്ടാവണം, പ്രമോഷൻ കിട്ടണം, സാമ്പത്തിക നേട്ടം വരണം, അതുപോലെ ബിസിനസ് പുരോഗതി ഉണ്ടാവണം, ദൂരയാത്രകൾക്ക് കൊള്ളാം, പഠിത്തത്തിന് അനുകൂലപ്രദമാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ചെറിയ 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 മങ്ങൽ ഉണ്ടാവാം. മങ്ങൽ എങ്ങനെ വരും? സൂര്യൻ്റെ പ്രകാശത്താൽ മങ്ങിപ്പോപ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് എനർജി കൂട്ടി പോകണം. അതിന് വേണ്ടി ഏറ്റവും സിമ്പിളായിട്ടൊരു വഴിയാണ് രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക. എന്തെളുപ്പം, 1 രൂപ ചിലവില്ല. ലോകത്ത് എവിടെയുണ്ട് സൂര്യൻ. അപ്പോൾ ബാക്കി ചിലപ്പോൾ നമ്മൾ ഇന്ന അമ്പലത്തിൽ പോയാൽ ആ ദൈവത്തിൻ്റെ എനർജി കിട്ടും എന്നൊക്കെ പറയണമെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയാലേ കിട്ടുള്ളൂ. ഇത് ഒരിടത്തും പോകണ്ട. നമ്മൾ വസിക്കുന്നിടത്ത്, നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ സൂര്യൻ്റെ തേജസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു പോയാൽ മാത്രം മതി. എല്ലാവർക്കും ഐശ്വര്യം വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെങ്കിൽ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് നമുക്ക് രാഹുകാലം പറഞ്ഞത് 4 മണി. രാഹുകാലം ആരംഭിക്കുന്നത് 5 മണി 3 മിനിറ്റ് തൊട്ട് 4 മണി 30 മിനിറ്റ് തൊട്ട് 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി 3 മിനിറ്റ് തൊട്ട് 6 മണി 35 മിനിറ്റ് വരെ ആണ് രാഹുകാല സമയം. ഈ സമയം ഓരോ കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചായിരിക്കണം നമ്മൾ യാത്രയ്ക്ക് തിരിക്കാൻ. യാത്ര കാര്യങ്ങളിൽ മാത്രം മതി, ശ്രദ്ധിച്ചായിരിക്കണം യാത്ര തിരിക്കാൻ ഈ സമയം നോക്കി. അല്ലെങ്കിൽ രാഹു തടയും. പാമ്പാണ്. പാമ്പ് വഴി നിന്നാൽ എന്തു ചെയ്യും? നമുക്ക് കിട്ടാനുള്ളത് ഇല്ലാതെയാക്കും. നിധി എടുക്കാൻ പോയാലും പാമ്പിരുന്നാൽ നിധി എടുക്കാൻ പറ്റില്ല. അപ്പോൾ പോകുന്നതിന് ഉപയോഗമില്ലാതായി പോകും. അപ്പോൾ ഒന്നിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 3 മണി 31 മിനിറ്റ് തൊട്ട് 5 മണി 3 മിനിറ്റ് വരെയും. യമകണ്ഠ കാല സമയം വരുന്നത് 12:27 തൊട്ട് 1:59 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. ഇന്നും മുഹൂർത്തങ്ങളുടെ രാജാവായ മുഹൂർത്തം ആണ് അഭിജിത്ത് മുഹൂർത്തം.
അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്, ഇന്നും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്ത സമയം 12:03 തൊട്ട് 12:51 വരെ 48 മിനിറ്റ് നേരമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ഉപയോഗിക്കാം. 44 മിനിറ്റും നമുക്ക് അനുകൂലപ്രദമാണ്. അപ്പോൾ ജാതക പ്രകാരം ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ നമ്മളെ വസ്ത്രധാരണത്തിന് കളറുകൾക്ക് ശ്രദ്ധ കൊടുക്കണം. കളറിനൊരു പ്രത്യേകതയുള്ളത്, പ്രപഞ്ചശക്തിയായ സൂര്യൻ്റെ പവർ പെട്ടെന്ന് പാസ് ചെയ്യുന്ന കളറുകൾ ആയ തൂവെള്ള കളറ്, അതുപോലെ താമരപ്പൂവിൻ്റെ കളറ്, മങ്ങിയ കളറുകൾ ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.